സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സമൂസയാണ്. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കി നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഞാൻ ഒരളവൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ഒരു ടെക്സ്ചറിൽ കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കുക. അതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അതിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് സമൂസയുടെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുക്കണം. പച്ചമുളക് ചതയ്ക്കണമെന്നില്ല, നമ്മൾ 1-2 ഇരിഞ്ഞാണ് എടുക്കേണ്ടത്. ഇവിടെ കുട്ടികൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എരിവ് കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കില്ല. അപ്പോൾ അത് അത്യാവശ്യം നല്ലോണം ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ളത് സവാള, കറിവേപ്പില, ക്യാരറ്റ്, ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, ജീരകം, പിന്നെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും വേവിച്ചത്. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പിട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പേസ്റ്റും ജീരകവും ഒന്നിച്ച് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമുളക് വേണമെങ്കിൽ വെറുതെ അരിഞ്ഞിടാം. ഇത് കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുക്കത്തുള്ളൂ. അവർക്ക് പച്ചമുളക് വലിയ ഇഷ്ടമാണ്. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ എൻ്റെ ഒരു ശൈലിയിലാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല ഉണ്ടാക്കണത്. ഞാനിപ്പോൾ എളുപ്പത്തിന് പെട്ടെന്ന് കഴിയാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഒരു 1/4 സ്പൂൺ
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവ് അധികമുള്ളവർ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാല ഇട്ടിട്ട് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യാൻ ഈ ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇത് നമ്മുടെ മാവ് ഞാൻ ഓരോ ഉരുളകളാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്കെടുത്ത് പരത്താൻ എളുപ്പത്തിനായിട്ട് ഞാനിങ്ങനെ ഓരോ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചപ്പാത്തി പലക എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ ഉരുള എടുത്തിട്ട് പൊടിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് പരത്തി കൊടുക്കുക. നല്ല തിന്നായിട്ട് ഒട്ടും കട്ടിയില്ലാണ്ട് നന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് നീട്ടി പരത്തി കൊടുത്താൽ മതി. വലിയ ഷേപ്പൊന്നും വരണമെന്നില്ല. നമുക്ക് റൗണ്ടിലാണെങ്കിൽ റൗണ്ടിൽ, സ്ക്വയറിലാണെങ്കിൽ സ്ക്വയറിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പരത്തിയെടുക്കാം. കട്ട് ചെയ്തെടുക്കാനാണെങ്കിൽ കുഴപ്പമില്ല. കട്ട് ചെയ്ത് സ്ക്വയറിലാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. സമൂസയുടെ ഷീറ്റ് വാങ്ങുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് അത് എടുക്കാൻ എളുപ്പമായിരിക്കുള്ളൂ. ഇത് മൈദ വെച്ച് ഉണ്ടാക്കാം, നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കണമെന്നുള്ളൂ. കണ്ടോ, ഇതാണ് ഞാൻ തിന്നായിട്ട് പരത്തിയെടുത്തത് കേട്ടോ. ഇനി അത് നമ്മൾ ചുട്ടെടുക്കണം വെച്ചാൽ നമ്മൾ മറ്റേ ഹാഫ് കുക്കഡ് ചപ്പാത്തി ആക്കൂലേ, അതേപോലെ ചെറുതായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ചൂടാക്കണം. ഭയങ്കരമായിട്ട് ക്രിസ്പ് ആവരുത്. എന്നാലേ ഇത് നമുക്കൊന്ന് മടക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതേപോലെ എടുക്കുക. അതിനുശേഷം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആ ചപ്പാത്തിനെ 4 മടക്കാക്കിയതിന് ശേഷം നമ്മൾ കത്രിക എടുത്തിട്ട് ഓരോ പീസായിട്ട് ഇങ്ങനെ വെട്ടി എടുക്കണം. കണ്ട് ഇതേപോലെ വെട്ടി അതിനെടുക്കണം. അപ്പം നമ്മൾക്ക് ഫസ്റ്റ് വേണമെങ്കിൽ എല്ലാവരും വെട്ടി ഇങ്ങനെ വെക്കാം. അപ്പോൾ നമുക്ക് എടുത്ത് മറ്റേ ഫില്ല് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം നമ്മുടെ അതിൻ്റെ സൈഡ് ഒട്ടിക്കാൻ വേണ്ടി മൈദയുടെ ഈ ഒരു മിക്സാണ്. അപ്പോൾ ഇത് മടക്കേണ്ടതാണ് കേട്ടോ. ഇങ്ങനെ ഒരു 2 സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തതിന് ശേഷം മുകളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ആ ഉള്ള ഗ്യാപ്പുകളിൽ ആ മൈദയുടെ വെച്ചിട്ട് ഫില്ല് ചെയ്യണം. ഇതേപോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ട് നമ്മുടെ മൈദയുടെ ഇതെടുത്ത് മൈദയുടെ പശ ഇങ്ങനെ എടുത്തിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡ് എടുത്ത് അവിടെ ഒട്ടിക്കുക. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കണം. കണ്ട് ഇതേപോലെ ഒരു കുമ്പിളാവും. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫില്ലിങ് നിറയ്ക്കണം. സ്പൂൺ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ യൂസ് ചെയ്യാം കേട്ടോ. നമ്മളെ വീട്ടിൽ പിന്നെ അങ്ങനെ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യണത്. ഇനി നമ്മുടെ മൈദയുടെ ആ ഒരു ഇതെടുത്തിട്ട് ആ സൈഡുകൾ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പൊരിക്കാനിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ലീക്കായിട്ട് പോരും. അപ്പോൾ അതുകൊണ്ട് സൈഡൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കറക്കണം. എൻ്റെ കുറച്ച് മൈദ കുറേ കൂടിപ്പോയി ഇത്രയൊന്നുണ്ടാവും. ഇനി എണ്ണയിലിട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഇത് പെട്ടെന്നാവും കേട്ടോ. ഭയങ്കര ഹൈ ഫ്ലെയിമിൽ ഇടണമെന്നില്ല. പെട്ടെന്നായി കിട്ടുന്നത് കൊണ്ട് എല്ലാം കുക്കായതല്ലേ, അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. പിന്നെ നമ്മൾ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് സംഭവം റെഡി. അതിൻ്റെ ഈ അറ്റത്തെ അത് തന്നെ. ഈ മസാല ഇവിടെ പോയി.
അപ്പം നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ലിയയ്ക്ക് ഇന്നലെ തുടങ്ങി സമൂസ കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹം പറഞ്ഞതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. കുറച്ച് പണിയുണ്ട്, നമ്മൾ സ്വന്തമായി ഷീറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയമെടുക്കും. ഇതതിൻ്റെ ബാക്കി കട്ട് ചെയ്തത് ബാക്കി ഉണ്ടായിരുന്നു, അതാണിത്. ഇനി അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് മടലൊക്കെ അമ്മ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പറക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ലിയ കേട്ടോ. ലിയ എടുത്ത് തന്നോളൂ ഇപ്പോൾ വീഡിയോ ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പറമ്പിൽ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ കുറച്ച് കത്തിക്കാമെന്നും പറഞ്ഞിട്ട് അമ്മയും ഞങ്ങളൊക്കെ കൂടി പോയതാണ്. അവിടെ കുറച്ചും കൂടി ഉണങ്ങിയതുണ്ടായിരുന്നു, അപ്പോൾ അത് കത്തിക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ. മോനും ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാനായിട്ട്. അതിന് കത്തിക്കാനും പിടിക്കാനും ഇങ്ങനെ പിന്നാലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അപ്പുറത്ത് നോക്കിയതാണ്, ആരെങ്കിലും ഉണ്ടായി ഫോണും പിടിച്ച് തീ കത്തിക്കാൻ വന്നിക്കണല്ലോ വട്ടാന്ന് വിചാരിക്കില്ലേ. അപ്പം ഞാൻ അത് നോക്കി ഇങ്ങനെ ഉണ്ടല്ലോ മുനു, അപ്പം അതിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാൻ. ഇങ്ങനെ മോളി വന്നിട്ട് ഇനി ഇവിടെ അമ്മ എന്തോ നടന്നെന്ന് പറയണ്ട. ഞങ്ങൾ നടാൻ വന്നതാണ്. ഞങ്ങളുടെ ചെറുപേര് ഞാൻ ചൂടാൻ വെച്ച് ഞാൻ മറന്നു ഇതിന്റെ കാര്യം. ഇവിടെ കയറിയപ്പോ ഓർത്തു. നീ എന്ത് പറയാൻ പോണ്? പറഞ്ഞോ, ഞാൻ പിടിച്ചുതരാം. പറഞ്ഞോ നീ പിടിച്ചാ ഇവിടെ ഷാനും മണ്ണ് ചൂടാണ് വേണ്ട അങ്ങോട്ട് അങ്ങോട്ട് മരം ഉണ്ടാക്കാ. മരം ആ മരത്തിൻ്റെ അടുത്താട്ടാണ് മിന്നഴലിനു തണലു പാകും മഴമുകിലായി വന്നു. കുറച്ചൊഴിച്ച് നാളെ മുറിച്ചാൽ മതി. നാളെ അപ്പം അത് വേറൊരു വീഡിയോ ഒക്കെ നമുക്ക്. മോയൂസ് കടയിൽ വെള്ളം നിറച്ചു ആ വെള്ളം മുഴുവൻ അതിനകത്ത് ഒഴിച്ചല്ലേ. ഇനി വെള്ളം വേണ്ട, നീ അത് നടണം നട് നടറാ ചമ്മടൊപ്പം നടാച്ചമ്മള മേടിച്ച് നട്ടെ. മിടുക്കൻ പിടിച്ചോ. അച്ഛമ്മള മേടിക്ക് വരണം മേടിക്കടാ. ഇത് എന്തേത് പച്ചക്കറി നടുന്നു. അത് നട് ഞാനും അച്ഛമ്മയും പച്ചക്കറി നടുന്നു. കത്തിയിട്ടാണ് അവിടെ ഒരു ഇത് ഇവിടെ കത്തിയില്ല. ചെടികൾ റോസ് ഞങ്ങളിത് പറിച്ച് താഴെ കൊണ്ടുപോയി. അയ്യോ
അയ്യോ ഇടിവല്ലതൊക്കെ കേട്ട് വീഡിയോ പിടിക്കാൻ നടക്കണം. ഈ ചേക്കനല്ലേ കള പറിക്കാൻ വിടാ. കൂടുതലാണെങ്കിൽ നിർത്തണില്ല, കണ്ണിൽ പോയിട്ട് അതാണ് മേടിച്ചത്. വെള്ളം ഒഴിക്കണമായിരുന്നു. വേണോ വെള്ളം? അപ്പം ഇനി നമ്മൾ രാത്രിക്കലത്തേക്കുള്ള അച്ചിങ്ങ അരിയാണ് കേട്ടോ. അച്ചിങ്ങ അരിയാന്ന് പറഞ്ഞാൽ മൂന്നും എൻ്റെ രീതിന്ന് പോവില്ല, മൂന്നും വരും. എന്നിട്ട് അവൻ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിൽ അതിലൊടിച്ചൊടിച്ചിടും. പിന്നെ രണ്ടാമത് ഇരട്ടിപ്പണിയാണ്, ഞാൻ രണ്ടാമത് പിന്നെ അത് അരിയാൻ നിൽക്കണം. എന്നാലും അത് അരിയത്തൊന്നും പോവില്ല. എങ്ങനെ അവിടെ നിന്ന് ഇറക്കി വിട്ടാൽ പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇറക്കി വിടുകയുമില്ല. രണ്ടാമൻ അതിനകത്ത് ഒടിച്ചൊടിച്ചിരുന്നതാണ് ഞാനിത് പിന്നെ രണ്ടാമത് എടുത്ത് അരിയണത്. അച്ചിങ്ങ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.